ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം അൺബോക്സിങ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഞാൻ കുറേ കാലമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പം ഇത് 2024 സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് വാങ്ങാൻ പറ്റി, അൽഹംദുലില്ലാ. അപ്പം ഇതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്, പോർട്ടബിൾ മിനി പ്രിൻ്ററാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു മെയിൻ ഐറ്റം കൂടിയാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വയർലെസ് ലേബൽ മെഷീനാണ് കേട്ടോ. അപ്പം ഇത് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം വയർലെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമൽ പ്രിൻ്റിൽ നമുക്ക് ഇങ്ക് വേണമല്ലോ, അപ്പോൾ ഇതിൽ ഇങ്ക് വേണ്ട. ഇതൊരു തെർമൽ പ്രിൻ്ററാണ്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ളൊരു തെർമൽ പ്രിൻ്ററാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കറ്റ് പ്രിൻ്റർ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ക്യൂട്ടാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പോൾ ഈ പ്രിൻ്ററിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈനിലൊക്കെ. അപ്പം ഇതിൻ്റെ ഗ്രീനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പിങ്കും ഉണ്ട്. എനിക്കെന്തോ പിങ്ക് നല്ല ഇഷ്ടമായി. അപ്പം ഇത് ഡയറക്റ്റ് കാണാനും നല്ലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. പിന്നെ ഇതിൽ 2 ബട്ടൺസാണ് ഉള്ളത്, 2 സൈഡിലായിട്ട്. അപ്പോൾ മേലെ കാണുന്നത് അതിൻ്റെ പവർ ബട്ടണും, പിന്നെ സൈഡിലായിട്ട് താഴോട്ടായിട്ട് കാണുന്നത് ഓപ്പണിംഗ് ബട്ടണാണ് കേട്ടോ. ഇതിൻ്റെ പവർ ബട്ടൺ ഉണ്ടല്ലോ, അതൊരു 7 സെക്കൻഡോളം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻ്റർ ഓണായി കിട്ടും. പിന്നെ ഇതാ സൈഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ജസ്റ്റ് ഓപ്പൺ ആവും. അതായത് സൈഡിലുള്ള ആ ഓപ്പണിംഗ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ പിന്നെ ഇതാണ് ഇതിൻ്റെ പേപ്പർ റോളർ വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇതിൻ്റെ മെഷീനിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ പേപ്പറിലാണ് പ്രിൻ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പവർ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രിൻ്റ് വരും. അപ്പം അതായത് ഇതിൽ വരുന്നത് ബ്ലൂടൂത്ത് നെയിം, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മെഷീൻ്റെ ചാർജ് എത്രയാണ്, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ QR കോഡ്, അതൊക്കെയാണ് ആ പ്രിൻ്റിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രിൻ്ററിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു ചാർജർ. പിന്നെ അതുപോലെ തന്നെ 4 എക്സ്ട്രാ പേപ്പർ റോളേഴ്സും കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പേപ്പറും കൂടിയുണ്ട്. അപ്പം അത് ആദ്യം ഒന്ന് വായിച്ച് നോക്കണം. അപ്പം അതിൻ്റെ വർക്കിംഗ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രിൻ്ററിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ലോഗോ പ്രിൻ്റ് ചെയ്തെടുക്കാം, പിന്നെ നോട്ട്സ്, ജേർണൽസ്, പിന്നെ ടു ഡു ലിസ്റ്റ്, മെമ്മോ, അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ബ്ലൂടൂത്ത് കണക്റ്റഡ് പ്രിൻ്ററാണ്. അപ്പം നമ്മുടെ മൊബൈലിൽ ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫൺ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിലാണ് ഈ പ്രിൻ്റർ കണക്റ്റ് ആവുക. അപ്പം അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.